Hi all, welcome to my class. അപ്പോൾ നമ്മൾ class 6 basic science chapter 2 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയൽ എന്നാണ്. പേര് പോലെ തന്നെ നമ്മൾ മാഗ്നറ്റിനെ, അതായത് കാന്തത്തെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഫിഗർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ ഇമേജസ്, ആർ ഇൻ ദീസ് ഒബ്ജക്റ്റ് ഫെമിലിയർ ടു you, write down that what they are when these things are closed. അപ്പോൾ എന്തൊക്കെയാണ്? അത് ഫസ്റ്റത്തെ ഒരു ബോക്സ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം അങ്ങനെ തുറക്കാൻ പറ്റുന്ന ബോക്സ്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടയ്ക്കാനും പറ്റും, ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നും. രണ്ടാമത് ഒരു പേഴ്സാണ്, മൂന്നാമത് ഒരു മൊബൈൽ കവറാണല്ലേ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നും, പെട്ടെന്ന് അടയും അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം അത് കാന്തമാണ് കേട്ടോ, മാഗ്നറ്റ് ആണ് അവിടെ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ if you bring a പിൻ നിയർ ക്ലോസ് പാർട്സ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്. ഈ ബോക്സിൻ്റെ അടുത്തേക്ക് നിങ്ങളൊരു പിന്ന് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോക്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പേഴ്സ് ആയിക്കോട്ടെ, മൊബൈലിൻ്റെ ആ അടയ്ക്കുന്ന ഭാഗത്തേക്ക് ഒരു പിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ പിന്ന് അതിൽ അട്രാക്ട് ചെയ്തിരിക്കും, അതായത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്താണ് അതിൻ്റെ റീസൺ? അത് മാഗ്നറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മേ ബി മാഗ്നറ്റ് ഇൻ യുവർ ഹൗസ് ടു. നമ്മുടെ വീട്ടിലും മാഗ്നറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഡു യു ഹാവ് മാഗ്നറ്റ് ഇൻ യുവർ സയൻസ് കിറ്റ്? വേർ ഡിഡ് യു കളക്ട് ഫ്രം? അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ മാഗ്നറ്റ് കളക്ട് ചെയ്യണേന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കുട്ടി എന്താ പറയുന്നത്? ഐ കളക്റ്റഡ് ദ മാഗ്നറ്റ് ഫ്രം എ ഡാമേജ്ഡ് ലൗഡ് സ്പീക്കർ. ഈ ഒരു ഡാമേജ് ആയിട്ടുള്ള ലൗഡ് സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നത്. മാഗ്നറ്റ് നമുക്ക് പഴയ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ടേക്ക് എ മാഗ്നറ്റ് ഫ്രം എ സയൻസ് കിറ്റ്. നമ്മുടെ സയൻസ് കിറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റ് എടുക്കാനാണ് പറയുന്നത്. അറ്റാച്ച് എ സ്റ്റീൽ ജം ക്ലിപ്പ് ടു ഇറ്റ്. ഒരു ക്ലിപ്പ് കണ്ടില്ലേ അതിൽ കാണുന്ന പോലെ. ഡസ് ദ ക്ലിപ്പ് ഫാൾ ഇറ്റ് ഇഫ് യു റിലീസ് യുവർ ഹാൻഡ്? നമ്മുടെ കൈ വിട്ടാൽ ക്ലിപ്പ് വിടുമോ എന്നാണ് ചോദിച്ചിട്ടില്ല. ഇല്ല. ആഡ് അനദർ ക്ലിപ്പ് ടു ഇറ്റ്. ലെറ്റ് us see how many clips can be hung up like this. നമുക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും ഇങ്ങനെ ഹങ് അപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഷാൾ വി ഹാവ് എ കോമ്പറ്റീഷൻ? ഇത് വെച്ചൊരു കോമ്പറ്റീഷൻ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മളോട് പറയുന്നത് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? മാഗ്നറ്റ്, ജം ക്ലിപ്സ്, പിന്ന്, നെയില്. ഫസ്റ്റ് ടേക്ക് എ ജെം ക്ലിപ്പ് ആൻഡ് ദ മാഗ്നറ്റ്. ആദ്യം ഒരു ജെം ക്ലിപ്പ് എടുക്കുക, പിന്നെ മാഗ്നറ്റ് കൊടുക്കുക. ദെൻ അറേഞ്ച് ദം വൺ ബിലോ ദ അതർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ അബോ. മേലെ ചിത്രത്തിൽ കാണിച്ച പോലെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൈ ടു മേക്ക് എ ചെയിൻ. ഇത് വെച്ചൊരു ചെയിൻ ഉണ്ടാക്കുക. ഹൂ മെയ്ഡ് ദ ലോങ്സ്റ്റ് ചെയിൻ? ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ആരാണ് ഏറ്റവും വലിയ ചെയിൻ ഉണ്ടാക്കിയത് നോക്കുക. ഹൗ മെനി ജെം ക്ലിപ്സ് ആർ ദർ ഇൻ ദ ചെയിൻ? ഒരു ചെയിനിൽ എത്ര ജെം ക്ലിപ്പ് ഉണ്ടെന്നും കൂടി നിങ്ങൾ നോക്കേണ്ടി വരും. Don't we usually have different kinds of beads in a chain? ഒരു ചെയിനിൽ പല ടൈപ്പ് ഓഫ് ബീഡ്സ് ഉണ്ടല്ലോ. സിമിലർലി ഹിയർ, വാട്ട് ഇഫ് വി യൂസ് ജെം ക്ലിപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, പിൻസ്, നെയിൽസ് എക്സെട്ര. ഈ ജെം ക്ലിപ്സ് തന്നെ പല കളർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ചെക്ക് ഹൂ ഹാസ് മെയ്ഡ് ദ ബ്യൂട്ടിഫുൾ ചെയിൻ. അപ്പോൾ ആരാണ് ആ ബ്യൂട്ടിഫുൾ ചെയിൻ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ മാജിക് വിത്ത് എ മാഗ്നറ്റ്. നമുക്കൊരു മാജീഷ്യൻ ആവാം അല്ലേ, എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഒരു പേപ്പറാണ് വിത്ത് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈനെ വരച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ ഒരു പേപ്പറിൽ. പിന്നെ ഒരു സേഫ്റ്റി പിൻ വേണം, പിന്നെ ഒരു മാഗ്നറ്റ് കാന്തം വേണം. സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞാൽ സൂചി കേട്ടോ. പിന്നെ നമുക്കൊരു ചാർട്ട് പേപ്പറും കൂടി വേണം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ആ മാജിക് ചെയ്യുക? കട്ട് ഔട്ട് ചെയ്ത പിക്ചർ ഓഫ് ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്നുള്ള പിക്ചർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അറ്റാച്ച് എ സേഫ്റ്റി പിൻ ടു ദ ബാക്ക് ഓഫ് ദ പിക്ചർ. ആ പിക്ചറിൻ്റെ ബാക്കിൽ നമ്മൾ സൂചി നമ്മൾ കുത്തി കൊടുക്കുക. സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഹിഡൻ. അതുകൊണ്ട് നമുക്ക് സൂചി ഒളിപ്പിച്ച് വെക്കുക കേട്ടോ. മേക്ക് ഇറ്റ് ഓൺ എ ചാർട്ട് പേപ്പർ. നമുക്ക് ഒരു ചാർട്ട് പ്ലേസ് ഇറ്റ് ഓൺ എ ചാർട്ട് പേപ്പർ. പ്ലേസ് ആണ് കേട്ടോ. ഇതൊരു ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ വെക്കുക. നമ്മുടെ ഈ ബട്ടർഫ്ലൈൻ്റെ അടിയിൽ എന്തുണ്ട്? സൂചി ഉണ്ട് അല്ലേ. ട്രൈ മൂവിങ് എ മാഗ്നറ്റ് ബിലോ ദ ചാർട്ട് പേപ്പർ. ഇനി ചാർട്ട് പേപ്പറിന്റെ അടിയിൽ നമ്മുടെ കാന്തം വെക്കുക. കാന്തം ഇങ്ങനെ നീക്കി വരുമ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയും നീങ്ങുന്നതായിട്ട് കാണാം. ഡസ് ദ ബട്ടർഫ്ലൈ മൂവ് ആസ് യു മൂവ് ദ മാഗ്നറ്റ്? നമ്മൾ ആ മാഗ്നറ്റ് മൂവുമ്പോൾ ബട്ടർഫ്ലൈയും മൂവ് ചെയ്യുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് വെൻ യു ടേക്ക് അവേ ദ മാഗ്നറ്റ്? മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബട്ടർഫ്ലൈ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ട്രൈ ദിസ് വിത്ത് അതർ പിക്ചേഴ്സ്. ഇതിപ്പോൾ ബട്ടർഫ്ലൈയുടെ പിക്ചറാണ്. നിങ്ങൾ വേറെ പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ എക്സ്പീരിമെൻറ്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്.
അടുത്തത് പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻറ്റിങ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നൊരു പേപ്പർ പ്ലേറ്റാണ്, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ കിട്ടുന്ന ഒരു പേപ്പർ പ്ലേറ്റ്, പിന്നെ ഒരു അക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ പോസ്റ്റർ കളറോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് 3 കളർ വേണം കേട്ടോ, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സ്മോൾ മെറ്റൽ ബോൾസ്, അത് ഏതിനാ ബൈസിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന സ്മോൾ മെറ്റൽ ബോൾസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജം ക്ലിപ്പ് ആയാലും എടുത്താൽ മതി. പിന്നെ മാഗ്നറ്റ്, കാന്തം ഇല്ലാണ്ട് ഒരു കളിയില്ല കേട്ടോ, കാന്തം വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ലെറ്റ് us സ്റ്റാർട്ട് പെയിന്റിങ്, നമുക്ക് പെയിന്റിങ് ചെയ്യാൻ തുടങ്ങാം. പുട്ട് സം ഡ്രോപ്സ് ഓഫ് ഡിഫറെന്റ് കളർ പെയിന്റ് അറ്റ് വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലേറ്റ്. ഒരു പ്ലേറ്റിൽ ഇപ്പം ഞാൻ 3 കളർ എടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞല്ലേ. അപ്പം നോക്കുക, പച്ച, മഞ്ഞ, ചുവപ്പാണ് അതിൽ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നമ്മളിങ്ങനെ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ എന്താ, പ്ലേസ് 4 or 5 സ്മോൾ മെറ്റൽ ബോൾസ് ഓൺ ദ പ്ലേറ്റ്. ആ പ്ലേറ്റിൻ്റെ മേലെ എന്ത് ഇട്ട് കൊടുക്കുക, മെറ്റൽ ബോൾസ് ഇട്ട് കൊടുക്കുക. മൂവ് ദ മാഗ്നറ്റ് അണ്ടർ നീറ്റ് ദ പ്ലേറ്റ്. എന്നിട്ട് പ്ലേറ്റിൻ്റെ അടിയിൽ നമ്മൾ ഈ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. ഈ മാഗ്നറ്റ് നീക്കണതിനനുസരിച്ച് ആ പെയിൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ ബോൾസും നീങ്ങും. അങ്ങനെ നമുക്ക് പല പല ഷേപ്പിൽ കിട്ടും, ഒരു പാറ്റേൺ പോലെ കിട്ടും. അപ്പം നമുക്ക് നല്ലൊരു ഡ്രോയിങ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ ഒബ്ജക്റ്റിനെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു കോളം ഫില്ല് ചെയ്തൂടെ, അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റും നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റും. ഏതിലത്തെ സയൻസ് കിറ്റിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സയൻസ് കിറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കൊടുത്തത് കണ്ടോ. ആ ഫിഗറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നന്നായി നോക്കുക. അപ്പം ഞാൻ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് എന്നുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ജം ക്ലിപ്പ്, പിന്നെ സ്മോൾ മെറ്റൽ ബോൾസ്, പിന്നെ നെയിൽസ്, പിന്നെ നമ്മുടെ സ്ക്രൂസ്, പിന്നെ അതുപോലെ കോയിൻസ്. ഇനി നോട്ട് അട്രാക്റ്റഡ് ബൈലോ, ആ ബോക്സിലേക്ക് ഒന്ന് നോക്കി, അതിൽ എന്തുണ്ട്? ഇറേസർ ഉണ്ട്, പ്ലാസ്റ്റിക് റൂളർ ഉണ്ട് അല്ലേ, സ്കെയിൽ ഉണ്ട്, അതായത് പേപ്പർ, പിന്നെ നെക്സ്റ്റ് റബ്ബർ ബാൻഡ്, പിന്നെ വുഡൻ പീസ്, പിന്നെ പ്ലാസ്റ്റിക് ടോയ്സ്. നിങ്ങൾക്ക് കാണാം ഒരു ഫിഷ് ഒക്കെ പോലത്തെ ടോയ്സ് അതിൽ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു കാന്തം കൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ എന്താ പറയുക, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക. ഏതൊക്കെയാണത്? അയൺ, നിക്കൽ, കൊബാൾട്ട് എക്സിട്ര ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അടുത്തത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. മാഗ്നറ്റ് കൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് etc. are non-magnetic substances. Examine more objects and classify them as magnetic substance and non-magnetic substance. നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തൊക്കെയാ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ ഒബ്ജക്ട്സ് നമ്മൾ എന്താ ചെയ്യുക, എക്സാമിൻ ചെയ്തിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നെയിലാണ്. രണ്ടാമത് നമുക്ക് എന്ത് പറയാം, സ്ക്രൂ പറഞ്ഞൂടെ, സ്ക്രൂ പറയാം. ഇനി നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണല്ലോ ഫസ്റ്റത്തെ ക്ലോത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്ഷനും കൂടി അവിടെ ഫില്ല് ചെയ്യണം അല്ലേ. എന്ത് കൊടുക്കാം? പേപ്പർ കൊടുക്കാം അല്ലേ. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സസ് അറ്റ് ദി പോൾസ്. ആദ്യം തന്നെ പറയാം എന്താണ് പോൾസ്. നല്ലൊരു ഓറഞ്ച് കളറിൽ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടോ. അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മാഗ്നറ്റ് ആണ്. അതിൻ്റെ 2 അറ്റങ്ങളെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു മാഗ്നറ്റിൻ്റെ 2 അറ്റങ്ങളെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെ അറ്റങ്ങളുണ്ട്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ബ്രിങ് ദ ടിപ്പ് ഓഫ് ദ മാഗ്നറ്റ് നിയർ സം പിൻസ്. കുറച്ച് പിൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ടിപ്പ് ഭാഗം, അതായത് നമ്മുടെ അറ്റ ഭാഗം കേട്ടോ. ദെൻ ബ്രിങ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് നിയർ പിൻസ്. പിന്നെ നമ്മൾ മാഗ്നറ്റിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മുടെ ഈ പിന്നിൻ്റെ അടുത്ത് കൊണ്ടുവരിക. വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് അട്രാക്ട്സ് മോർ പിൻസ്. നമ്മൾ ഈ പിൻസ് കൂടുതൽ ഏത് ഭാഗമാണ് അട്രാക്ട് ചെയ്യുക? 2 അറ്റം ഭാഗമാണ് അട്രാക്ട് ചെയ്യുക. ലെറ്റ്സ് ഡു വൺ മോർ ആക്ടിവിറ്റി ടു മേക്ക് ദിസ് മോർ ക്ലിയർ. വാട്ട് ആർ ദ മെറ്റീരിയൽസ് വി നീഡ്. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ്? അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് വേണം, റാപ്പിഡ് ഇൻ എ പേപ്പർ, പിന്നെ കുറച്ച് അയൺ ഫില്ലിങ്സ് കേട്ടോ, നമ്മുടെ ഈ കാന്തപ്പൊടി. ഓക്കെ, ബ്രിങ് ദ റാപ്പിഡ് മാഗ്നറ്റ് ക്ലോസ് ടു ദ അയൺ ഫില്ലിങ്സ്. ഈ അയൺ ഫില്ലിങ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വോണ്ട് ദ അയൺ ഫില്ലിങ്സ് സ്റ്റിക്ക് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മുടെ അയൺ ഫില്ലിങ്സ് എന്ത് ചെയ്യും? അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. വി റാപ്പിഡ് ദ മാഗ്നറ്റ് ഇൻ എ പേപ്പർ ടു മേക്ക് ഇറ്റ് ഈസിയർ ടു റിമൂവ് ദ അയൺ ഫില്ലിങ്സ് ഫ്രം ദ മാഗ്നറ്റ്. അപ്പോൾ അയൺ ഫില്ലിങ്സ് ഫ്രം ദ മാഗ്നറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഡു ദ അയൺ ഫില്ലിംഗ് സ്റ്റിക്ക് ഓൾ ദ പാർട്സ് ഓഫ് ദ മാഗ്നറ്റ് ഇൻ ദ സെയിം വേ. ഡസ് എനി പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് ഹാവ് മോർ അയൺ ഫില്ലിംഗ്സ്?
മാഗ്നറ്റിക്സ്. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അടുത്തത് മാഗ്നറ്റിക് പോൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 അറ്റങ്ങളുണ്ട്, അതിനെയാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് അല്ലേ. യൂഷ്വലി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഈസ് സ്ട്രോങ് ഇറ്റ് എൻഡ്സ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഈ 2 അറ്റഭാഗത്തായിരിക്കും. ആ അറ്റഭാഗം ദീസ് എൻഡ്സ് വിത്ത് സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ കോൾഡ് മാഗ്നറ്റിക് പോൾസ്. അപ്പം നല്ലോണം അട്രാക്ഷൻ ഉള്ള മാഗ്നറ്റിൻ്റെ പോർഷൻ, അതായത് അറ്റ പോർഷത്തിനെയാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. എവരി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. 2 പോൾസ് ഉണ്ട്. ഏതാണ് ഞാൻ പറഞ്ഞത്? ഒന്ന് നോർത്ത് പോളും മറ്റേത് സൗത്ത് പോളും കേട്ടോ. അടുത്തത് ഡസ് എ മാഗ്നറ്റ് എക്സേർട്ട് ഫോഴ്സ്? മാഗ്നറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മളെ മാഗ്നറ്റിൽ ഒരു ഫോഴ്സ് എന്തായാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പ്ലേസ് എ മാഗ്നറ്റ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിൽ മാഗ്നറ്റ് വെക്കുക. കീപ്പ് എ പിൻ എ ലിറ്റിൽ അവേ ഫ്രം ദ ടിപ്പ് ഓഫ് ദ മാഗ്നറ്റ്. കുറച്ച് അകലെയായിട്ട്, അതിൻ്റെ അറ്റത്ത് നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു പിന്ന് വെക്കുക. സ്ലോലി മൂവ് ദ പിൻ ക്ലോസർ ടു ദ മാഗ്നറ്റ്. കുറച്ച് കഴിയുമ്പോൾ ആ പിന്ന് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ പിൻ വെൻ ഇറ്റ് കം ക്ലോസർ ടു ദ മാഗ്നറ്റ്? മാഗ്നറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ പിന്നിന് എന്ത് സംഭവിക്കും? മാഗ്നറ്റ് പെട്ടെന്ന് ചാടി പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഒരു ശക്തി വരുന്ന പോലെ ഫീൽ ചെയ്യും. അതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഡസ് ദിസ് ഹാപ്പൻ ഡ്യൂ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാഗ്നറ്റ്? യെസ്, അതന്നെയാണ് അതിൻ്റെ റീസൺ. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഒരു മാഗ്നറ്റ് ഉണ്ടാവും, അത് മാഗ്നറ്റ് ഇതുപോലെ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം അവിടെ ഒരു ഫീൽഡും കൂടി ഉണ്ടാവുന്നുണ്ട്. ആ ഫീൽഡ് നമുക്ക് കാണാനൊന്നും പറ്റില്ല. The force exerted by a magnet is called magnetic force. മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട്, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. ഈ ഫോഴ്സ് ഉണ്ടാവുന്ന ആ ഏരിയയിലാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ, അതായത് നമുക്ക് കാണാൻ പറ്റില്ല. ലെറ്റ് us draw magnetic field lines. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്ന് വരച്ച് നോക്കിയാലോ? ഇമാജിൻ ചെയ്ത്. യു ഹാവ് ലേൺഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്, haven't you find out the magnetic force is experienced in a magnetic field? അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി, മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് ഷീറ്റ് ആണ്, പിന്നെ ഒരു മാഗ്നറ്റ് ആണ്, പിന്നെ കുറച്ച് അയൺ ഫില്ലിങ്സ്, അയൺ പൊടികൾ കേട്ടോ. പിന്നെ അറേഞ്ച്ഡ്. അപ്പോൾ ആ റൈറ്റ് സൈഡത്തെ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. 2 ബുക്ക് വെച്ചിട്ടുണ്ട്. ആ 2 ബുക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്ലാസ് ഷീറ്റ് വെക്കുകയാണ്. ഗ്ലാസ് ഷീറ്റിൻ്റെ അടിയിൽ നമ്മുടെ എന്ത് വെക്കുകയാണ്? മാഗ്നറ്റ് വെക്കുകയാണ്. ഈ എഴുതിയതാണ് കേട്ടോ ഞാൻ പറയുന്നത്. മാഗ്നറ്റ് വെക്കുകയാണ്. മാഗ്നറ്റിന് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ബ്ലൂ കളറിൽ നോർത്ത് പോള്, റെഡ് കളറിൽ സൗത്ത് പോള്. മേലെ നമ്മുടെ അയൺ ഫില്ലിങ്സ് പൊടി ഇട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ അബ്സോർബ് ചെയ്യുന്ന അയൺ ഫില്ലിങ്സ് പൊടി നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അതൊരു സ്പെസിഫിക് ഒരു പാറ്റേണിലല്ലേ, അതൊരു ഓർഡർ ആയിട്ടല്ലേ നിൽക്കുന്ന. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആർ ഇൻ ദ അയൺ ഫില്ലിങ്സ് അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് പാറ്റേൺ? യെസ്, ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ആ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നമുക്ക് ആ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, there are magnetic field lines in the magnetic field. Both of them are invisible. നമുക്കത് കാണാനൊന്നും പറ്റില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ. ഡിഡിൻറ്റ് യു അണ്ടർസ്റ്റാൻഡ്? ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടാക്കിയാലോ? മാഗ്നറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്? നമുക്ക് ഈ ബോക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടാണ് നമ്മുടെ മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. An alloy called alnico, a mixture of aluminium, nickel and cobalt. അതായത് അലുമിനിയത്തിൻ്റെയും കൊബാൾട്ടിൻ്റെയും നിക്കലിൻ്റെയും ഒരു മിക്സ്ചർ ആണ് എന്ത്? അൽനിക്കോ എന്ന് പറയുന്ന അലോയ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് മെയ്ഡ് ഓഫ് സെമാരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡിമിയം ആർ ആൾസോ എക്സിസ്റ്റ്. അപ്പോൾ ഇതും വെച്ചിട്ട് നമ്മുടെ മാഗ്നറ്റ് ഉണ്ടാക്കുന്നുണ്ട്. among these neodymium is magnets are the strongest. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? നിയോഡീമിയം ആണ് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ സോയിൽ ആണ്. ആ പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്